ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കർണാടക സ്റ്റൈല് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ രാവിലെ കാപ്പി കുടിക്കാൻ കഴിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ദോശയും അതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു കടല ചമ്മന്തിയും പിന്നെ പൊട്ടാറ്റോ കറിയും കിട്ടും. അതുപോലെ വീടുകളിൽ കൂടെയും ചെയ്യും. ഈ പൊട്ടാറ്റോ കറിയും ദോശയും ചമ്മന്തിയും ചൂട് ചൂട് ചായയുടെ കൂടെ എന്നെ ടേസ്റ്റ് അന്നറിയും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല പഞ്ഞ് പോലത്തെ ദോശയും ചമ്മന്തിയും പൊട്ടാറ്റോ കറിയും. ആദ്യം നമുക്ക് അരി കുതിർക്കാനിടണം. അതിനായിട്ട് അളവിനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഉണ്ടല്ലോ, 3 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി, ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി ആണെങ്കിലും പറ്റും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചവ്വരി, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമല്ലോ ചവ്വരി, 1/2 ഗ്ലാസ് ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതേ ഗ്ലാസ്സിൽ നിന്ന് 1/2 ഗ്ലാസ് നമ്മൾ അവൽ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് കനമുള്ള അവലാണ്. അപ്പം നമ്മൾ അരിയുടെ കൂടെ തന്നെ അതും വെള്ളത്തിലിട്ട് വെക്കണം. നിങ്ങൾ കനം കുറഞ്ഞ അവലാണെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് കുതിർത്ത് അരിയുടെ കൂടെ അരച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ഗ്ലാസ് ഉഴുന്ന്, ചവ്വരി ഉഴുന്ന് അവൽ എല്ലാം 1/2 ഗ്ലാസ് വെച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂണിന് ഒരു സ്പൂണ് ഉലുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് 5-6 പ്രാവശ്യം കഴുകിയെടുക്കണം. ആ വെള്ളം ഇതുപോലെ തെളിഞ്ഞു വരണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 തൊട്ട് 6 മണിക്കൂർ ഇത് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനൊരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. നന്നായിട്ട് അരി കുതിർന്നാലേ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാകാൻ പാടില്ല. അരച്ചെടുത്ത മാവ് നമുക്ക് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണം. നമ്മൾ ആ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അത് കാരണം കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഫൈനായിട്ട് അരച്ച മാവ് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യാൻ നേരത്തും അതനുസരിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ബാച്ചായിട്ടാണ് അരി അരയ്ക്കുന്നത്. ഇപ്പോൾ ഈ ചവ്വരിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മിക്സിയുടെ ജാറങ്ങ് സ്റ്റക്കാകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് 2-3 ബാച്ചായിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം അധികമായി പോകാൻ പാടില്ല, ദോശ അത്ര സോഫ്റ്റായിട്ട് വരത്തില്ല. അത് കാരണം കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ട് ആണ് അരയ്ക്കുന്നതെങ്കിൽ അതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അത് കാരണം ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തവി കൊണ്ടാണെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ആകാനായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഒരു 6 തൊട്ട് 7 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയായിരുന്നു അരി അരച്ച് വെച്ചിരുന്നത്. രാവിലെ ആയപ്പം ഇത് കണ്ട മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എത്ര നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കി. നമ്മൾ ആ അവലും പിന്നെ ചവ്വരിയൊക്കെ കൂട്ടി അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കാം, അതുപോലെ തന്നെ ദോശയും തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയ മാവിനെ നമ്മൾ ഒത്തിരി നേരം ഇട്ടിങ്ങനെ ഇളക്കരുത്. ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കാവുള്ളൂ. ചില സമയത്ത് നമ്മൾ ഇതുപോലെ മാവ് ഇങ്ങനെ പൊങ്ങി വന്ന മാവ് നമ്മൾ ഇളക്കി കഴിയുമ്പം അങ്ങ് താന്നു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒത്തിരി ഹാർഡായിട്ട് മാവ് അങ്ങ് മിക്സ് ചെയ്യരുത്. ലൈറ്റായിട്ട് ഉപ്പ് ചേർത്തിട്ട് എല്ലായിടത്തും ഉപ്പ് ചേരാൻ പാകത്തിന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാകാനായിട്ട് വെക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 1-1.5 തവി, നമ്മുടെ തവി വലിയ തവിയാണെങ്കിൽ 1 തവി മാവ് മതി, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 1.5 തവി മാവ് ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് മൂടി ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ദോശ തയ്യാറായി. വേണമെങ്കിൽ നമുക്ക് മറിച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇതുപോലെ നമുക്ക് ചുട്ടെടുത്താൽ മതി. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒരു 3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ദോശ തയ്യാറായി. ഇനി നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി നോക്കാം. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകും
കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വറുത്ത് കഴിയുമ്പം ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ സവാള, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ സവാള, ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു വലിയ സവാള, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 സവാള ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒത്തിരി അങ്ങ് വഴരരുത്, നമുക്ക് ആ കറി കഴിക്കുമ്പോൾ ആ സവാള ഒന്ന് കടിക്കാൻ കിട്ടണം. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ചൊവയും സ്മെല്ലും ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിന് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചാൽ മതി. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നല്ലപോലെ അധികം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി പൊട്ടാറ്റോ കറി തയ്യാറായി. ഇനി ഈ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കടല ചമ്മന്തിയുടെ റെസിപ്പി കൂടെ കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കടല ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഈ കടലയൊന്ന് വറന്നു. ഇനി അത് മാറിക്കഴിയുമ്പം ആ കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഇത് കണ്ടോ 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് വറ്റൽമുളക്, ചുമന്ന കളറിൻ്റെ മുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു നുള്ളി ജീരകവും 1 സ്പൂണ് എണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ആ തേങ്ങയിലേക്ക് ഒന്ന് പറ്റുന്ന പോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ വറ്റൽമുളക് ചേർത്ത കാരണം നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ചുമന്ന കളറും ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ എണ്ണയിലൊക്കെ വറുത്ത് അരയ്ക്കുന്ന കാരണം നല്ല ടേസ്റ്റായിരിക്കും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി അതേ പാൻ തന്നെ ചൂടായി കഴിയുമ്പം 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉഴുന്നുപരിപ്പിന് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കടുക്, ആദ്യം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ളു ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി, നമ്മൾ വെള്ളമൊക്കെ ആൾറെഡി ചേർത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് തിളയ്ക്കരുത്, വെള്ളം നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും തയ്യാറായി. ഇതുണ്ടോ, ദോശയും ചമ്മന്തിയും പൊട്ടാറ്റോ കറിയും ചൂട് ചായയും. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ.